5 വർഷ കാലാവധി പൂർത്തിയാക്കുന്നതിനു മുൻപ് 2025 ജൂലൈ 21 വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ സ്ഥാനമൊഴിഞ്ഞു. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ അഭിസംബോധന ചെയ്ത കത്തിൽ 74-കാരനായ അദ്ദേഹം തന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നതുകൊണ്ട് രാജിവെക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ആർട്ടിക്കിൾ 67? പ്രധാനമായും എന്താണ് ആർട്ടിക്കിൾ 67A സംസാരിക്കുന്നത് എന്നത് പ്രസക്തമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 67 ഉപരാഷ്ട്രപതിയുടെ കാലാവധിയെക്കുറിച്ചും അദ്ദേഹം എങ്ങനെയാണ് സ്ഥാനമൊഴിയുന്നത് എന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നു. ആർട്ടിക്കിൾ 67A പ്രകാരം ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തൻ്റെ പദവിയിൽ തുടരുന്നത്. എന്നിരുന്നാലും ഈ 5 വർഷ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 67B പ്രകാരം രാജ്യസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും പാസാക്കുകയും ലോക്സഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാവുന്നതാണ്. എന്നാൽ അത്തരമൊരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. ആർട്ടിക്കിൾ 67C പ്രകാരം ഉപരാഷ്ട്രപതി തൻ്റെ പിൻഗാമി ചുമതലയേൽക്കുന്നതുവരെ തൻ്റെ പദവിയിൽ തുടരും. അതായത് 5 വർഷ കാലാവധി പൂർത്തിയായാലും പുതിയ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരും.